നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം 1. നമ്മൾ ഈ ആളുകൾ കൂടുതൽ ചോദിക്കുന്നത് ഹാർട്ടിനെ പറ്റിയാണ്. എന്നാൽ നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഹാർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് അതിനെപ്പറ്റിയും കൂടെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് പിന്നെ ആളുകൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം, ഈ ശ്വാസകോശത്തിനെ സംബന്ധിച്ചിട്ട് വരുന്ന പ്രധാനമായിട്ട് വരുന്നത് ആസ്മ, അലർജി തുടങ്ങി പിന്നെ ക്യാൻസർ വരെയും ഉണ്ടാകുന്നതാണ് ലങ്സ്. നമ്മൾ ക്യാൻസറിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഹൃദയം ഒഴിച്ച് ബാക്കി നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ക്യാൻസർ വരും. അപ്പം ആസ്മയുടെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാരമ്പര്യം ചെറിയൊരു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഓക്യുപ്പേഷൻ, പിന്നെ ജോലി സംബന്ധമായിട്ട്, പിന്നെ അതുപോലെ കാലാവസ്ഥ, പിന്നെ അതുപോലെ ചില ഡ്രഗ്സുകൾ ഈ അലർജിക്ക് ഉപയോഗിക്കുന്ന ഡ്രഗ്സുകൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും അത് ശ്വാസകോശത്തിന് പ്രോബ്ലം ഉണ്ടാകും. പിന്നെ ജലദോഷം തന്നെ ഉദാഹരണം, സാധാരണ കോമൺ കോൾഡാണ്. കോൾഡ് വന്നു കഴിഞ്ഞാൽ ആളുകളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും പാരാസെറ്റമോളോ അതോ ഇതൊക്കെ വാങ്ങിക്കഴിക്കും. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം നമ്മൾ ഒരു ഡോക്ടറെ പിന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പാരാസെറ്റമോൾ കഴിക്കാൻ പാടില്ല. അത് ഒരു പ്രതിവിധിയല്ല. കാരണം ഇപ്പോൾ ഉദാഹരണം, ഈ ഡെവലപ്ഡ് കൺട്രീസ്, ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ പാരാസെറ്റമോളൊക്കെ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സാണ്, ഡോക്ടർ ഇതില്ലാതെ കൊടുക്കത്തില്ല. അത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ഉദാഹരണം പ്രധാനമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ്. ലിവർ തൊട്ട് എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ടൊരു ഈ കോൾഡ് വന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ ഡോക്ടറെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മെഡിസിൻസ് കഴിക്കാവൂ. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കോമൺ കോൾഡ്, സാധാരണ കോമൺ കോൾഡിന് ട്രീറ്റ്മെൻറ്റ് വലുതായിട്ടൊന്നും ആവശ്യം വരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇപ്പോൾ ഉദാഹരണം, ഒരാൾക്ക് ജലദോഷമോ പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരത് മൈൻഡൊന്നും ചെയ്യാറില്ല. അവർ കുളിക്കുകയും ഒക്കെ ചെയ്യും. വീണ്ടും ഇത് കോൾഡ് വരും. അപ്പോൾ ഈ കോൾഡ് തന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ചുമ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം ഒരു ചെറിയ ചുമയായിട്ട് വരും, പിന്നെ അത് ബ്രോങ്കൈറ്റിസായിട്ട് വരും, പിന്നെ അത് ആസ്മയായിട്ട് വരും. പിന്നെ അതൊന്ന്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിപടലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണം വല്ല ഈ പഴയ പേപ്പറുകൾ അതും ഇതൊക്കെ എടുക്കുന്നത്, പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഈ കിടക്കമുറിയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തിടും. ഇപ്പോൾ പുസ്തകം, അതുപോലെ ക്ലോത്ത്, ഇതൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ തന്നെയും ശ്വാസകോശത്തിന് പിന്നെ കുഴപ്പമുണ്ടാകും. അപ്പോൾ ശ്വാസകോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏറ്റവും ശുദ്ധവായു കൊണ്ട് നമ്മൾക്ക് എന്താണ് പ്രാണവായു കിട്ടുന്നത് ലങ്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ പ്രാണവായുവിന് തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യും, ബ്രെയിനെ അഫക്റ്റ് ചെയ്യും, എല്ലാ അവയവങ്ങളെ അഫക്റ്റ് ചെയ്തു. വെള്ളം കുടിക്കാതെ നമുക്ക് ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ, ആഹാരം കഴിക്കാതെ 5-6 മാസം 7 മാസം കഴിഞ്ഞാലും വലിയ കോംപ്ലിക്കേഷൻ പറ്റുന്നില്ല. അപ്പോൾ എന്നാലും ഉണ്ട്, കുഴപ്പമില്ലെന്നുള്ളതല്ല. അതേസമയം പ്രാണവായു ഇല്ലെങ്കിൽ നമ്മൾ വിതിൻ മിനിറ്റ് കൊണ്ട് തന്നെ ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രാധാന്യമാണ് നമ്മുടെ ലങ്സിനും നമ്മുടെ ശുദ്ധവായുവിനും. അപ്പോൾ നമ്മൾ കിടക്കുന്ന മുറിയിൽ ഏറ്റവും നല്ലത് ശുദ്ധവായു കയറത്തക്ക മുറികളായിരിക്കണം. അപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ഫാൻ ഉപയോഗിക്കാത്ത വീടുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ താഴത്തെ പൊടി ഇതെല്ലാം കൂടെ പോയി ഫാനിൽ വരും. ഫാനിൽ വന്ന് അടിഞ്ഞു കൂടിയിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ആ മുറി നിറച്ച് ചെറിയ, അതായത് മൈക്രോസ്കോപ്പിക്കൽ ഡസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ ഒക്കത്തില്ല. അതുപോലുള്ള ചെന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തിൽ പോയിട്ടത് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും, അത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും, കൊച്ചു കുഴലുകളെ. അപ്പോൾ അതങ്ങനെ ആസ്മയായിട്ടും TB ആയിട്ടും അത് ക്യാൻസറായിട്ട് തന്നെയും ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. കാരണം അതിൻ്റെ നൂതനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്യുക. ആൻജിയോഗ്രാം വലിയ ഡേഞ്ചറസാണ്. അതുകൊണ്ട് ആൻജിയോഗ്രാം നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ഹാർട്ട് സ്കാൻ ഇല്ല. നമ്മുടെ അടുത്ത സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നാഗർകോയിൽ ഇരുദയം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് ഹാർട്ട് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. പിന്നെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് പിന്നെ ആൻജിയോപ്ലാസ്റ്റിയാണ്. ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ബൈപ്പാസ് സർജറി തന്നെയും ഒരു 90% മോർ ദാൻ ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ് ആണ് പറയുന്നത്. അതെൻ്റെ വാക്കല്ല, WHO തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ തെറാപ്പി ആൻഡ് കിലേഷൻ തെറാപ്പി എന്ന് പറയും. യൂറോപ്പിലും അമേരിക്കയിലും ചെയ്യുന്ന ആ ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ എൻ്റെ സെൻറ്ററിൽ കിലേഷൻ തെറാപ്പിയും ആൻഡ് ലേസർ തെറാപ്പിയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബൈപ്പാസ് സർജറിയുടെ ഒരു 4-1 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്നത് 1000-കണക്കിന് രൂപയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രമല്ല അതൊരു പെർമനൻറ്റ് സൊല്യൂഷനും ആയിരിക്കും. എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാർത്താണ്ഡ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ, അതുപോലെ നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റ് കെ നാരായണ സാറ്, അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോർട്ടർ, ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.